നമുക്ക് പിന്നെയും ഈ മാസം ഒരുമിച്ച് കൂടാൻ കർത്താവ് സഹായിച്ചു. രാവിലെ അല്പനേരം നമുക്ക് ഒരുമിച്ചായിരിക്കാനിടയായി. ഇന്ന് രാവിലെ നമ്മൾ നിർത്തിയത് പ്രവൃത്തിയുടെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിലൊരു വാക്യം പറഞ്ഞിട്ടാണ്. അപ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റു. സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന ഈ മനുഷ്യൻ ശ്രേഷ്ഠമായ വാഗ്ദാനം ഉണ്ടായിരുന്നെങ്കിലും അത് ആഗ്രഹമില്ലാഞ്ഞല്ല, സമർപ്പണമില്ലാഞ്ഞല്ല, തീരുമാനമില്ലാഞ്ഞല്ല, ഇതെല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. മനഃപൂർവ്വമായി ഉടഞ്ഞുപോയ ഒരു പാത്രമല്ല പത്രോസ്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയുടെ ആഴം ഭയങ്കരമായിരുന്നു. പക്ഷേ ആ വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ള ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ഒക്കെ അഭാവം ആ മനുഷ്യനിലുണ്ടായിരുന്നു. സുവിശേഷങ്ങൾ മുഴുവനും എടുത്തു നോക്കിയാൽ 3.5 വർഷത്തെ ചരിത്രമെടുത്താൽ അതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് പരാജയത്തിൻ്റെ അനുഭവങ്ങളാണ്. ആദ്യമായിട്ട് 3.5 വർഷത്തിന് മുൻപ് കർത്താവുമായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് ഒരു പുലർച്ചയിൽ ശൂന്യതയുടെ സ്ഥാനത്ത്. 3.5 വർഷം കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഒരു പുലർച്ചയിൽ ശൂന്യതയുടെ സ്ഥാനത്ത്. അപ്പൊ ആകത്തുക എന്താ? ആകത്തുക എന്ന് പറയുന്നത് ശൂന്യതയാണ്. പക്ഷെ ആ മനുഷ്യന് പ്രാതൽ കൊടുത്തവനാണ് യേശു. അയാൾക്ക് വേണ്ടി പുലർച്ചയിൽ ഒരു പ്രാതൽ. അപ്പൊ ആ പ്രാതൽ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ദൈവരാജ്യം സംബന്ധമായ കാര്യങ്ങൾ അവരോട് സംസാരിച്ചു എന്ന് പറയുന്നു. ദൈവരാജ്യം സംബന്ധമായ കാര്യങ്ങൾ സംസാരിച്ചു എന്നല്ലാതെ എന്തായിരുന്നു എന്ന് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അത് രേഖപ്പെടുത്താതിരുന്ന കാര്യം ഇത് മുൻപ് സംസാരിച്ചതാ. പക്ഷെ അന്ന് ആ സംസാരങ്ങൾക്ക് വലിയ ഒരു പ്രാധാന്യം കൊടുത്ത് അതിനെ സ്വീകരിക്കുമാറുള്ള ഒരു ഹൃദയ തുറവി ഈ മനുഷ്യനില്ലായിരുന്നു. ഇത് നമുക്കെല്ലാവർക്കും സംഭവിക്കും. കർത്താവ് വളരെ ഗൗരവമായി സംസാരിക്കുമ്പോൾ കർത്താവ് സംസാരിക്കുന്നതിനനുസൃതമായി അതിനെ അങ്ങോട്ട് സ്വീകരിക്കാനുള്ള ഹൃദയ തുറവി ചിലപ്പോൾ നമുക്ക് ഇല്ലായിരിക്കും. എന്നാൽ വീണ്ടും കർത്താവ് അത് തന്നെ സംസാരിച്ചു. പ്രവൃത്തിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവരാജ്യം സംബന്ധമായ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ജീവിത പരാജയത്തിൻ്റെ അനുഭവങ്ങളുള്ള മനുഷ്യൻ, ജയാളിയാകണമെന്ന വലിയ വാഞ്ചയുള്ള മനുഷ്യൻ അത് സശ്രദ്ധം കേട്ടു. അപ്പൊ പരാജയപ്പെട്ടോ എന്നുള്ളതല്ല ഇവിടെ ചോദ്യം, വിജയിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. ഇടറിപ്പോയോ എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം, ഇടറാതെ നിൽക്കാനുള്ള മനസ്സുണ്ടോന്ന്. ആമേൻ. അല്ലാതെ യേശു കർത്താവ് വന്നപ്പോൾ കഴിഞ്ഞ കാലങ്ങളെ ഇങ്ങനെ ചൂണ്ടിപ്പറഞ്ഞ് കുറ്റപ്പെടുത്തി കുറ്റബോധത്തിന്റെ അടിമത്തത്തിലേക്ക് ആ മനുഷ്യനെ വിട്ടയാളല്ല. നമ്മൾ ഇന്നലകളിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഇടർച്ചകളെ കുറിച്ച് അനാവശ്യമായ ഒരാകുലത നമ്മുടെ മേൽ ഇങ്ങനെ നമ്മളെ വേട്ടയാടുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല. അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അതിനെ നന്നായി വിവേചിക്കണം. ദൈവാത്മാവ് എന്തിനാ വരുന്നേ? ദൈവത്തിന്റെ ദൂതൻ എന്തിനാ വരുന്നത്?
ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുന്ന വലിയ പ്രവാചകന്റെ ക്ഷീണത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ദൂതന് ക്ഷീണത്തെക്കുറിച്ച് കുറ്റപ്പെടുത്താനുള്ള വാക്കുകളായിരുന്നില്ല, പിന്നെയോ ബലം കൊടുക്കാനുള്ള ഭക്ഷണം. അവന്റെ വിലാപ്പുറത്ത് തട്ടി അവനെ എഴുന്നേൽപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ആ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചിട്ട് വീണ്ടും ഉറങ്ങിയപ്പോഴും കുറ്റപ്പെടുത്തലില്ല. വീണ്ടും ഭക്ഷണം, വീണ്ടും വെള്ളം. എന്തിനാണ്? ഹോരേബിൽ നീ എത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭയങ്കരമായ പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് എത്ര തളർന്നാലും നിന്റെ വിലാപ്പുറത്ത് ഏലിയാവെ ദൂതൻ തട്ടി ഉണർത്തി നിന്നെ, അതിൻ്റെ ബലം നിന്നിൽ നിറച്ച് നിന്നെ വേഗത്തിൽ ഹോരേബിൽ എത്തിച്ച് അടുത്ത ദൗത്യത്തിനായി നിന്നെ ഒരുക്കുക എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ഇടപെടുന്നു. ഈ ചർച്ചിൻ്റെ അടുത്ത ഗൗരവമായ ദൗത്യത്തിലേക്ക് ഈ ചർച്ചിനെ പ്രവേശിപ്പിക്കുന്ന സമയത്തിലേക്ക് ഈ സഭ വന്നു എന്ന് പറയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ ഇടപെടുകയാണ്. അപ്പൊ സഭയോട് സംസാരിക്കുന്നെന്ന് പറഞ്ഞാൽ സഭയിലിരിക്കുന്ന ഓരോ മക്കളോടും ദൈവാത്മാവ് സംസാരിക്കുന്നു. അത് എനിക്കുള്ള ദൂതായിട്ട് നമ്മൾ വിശ്വാസത്തിൽ അതിനെ സ്വീകരിക്കുമ്പോഴാണ് ആ ദൂതുകൾ അക്ഷരികമായി നിവർത്തിയാകുന്നത്. അപ്പൊ ദൈവരാജ്യം സംബന്ധമായ കാര്യങ്ങൾ സംസാരിച്ചിട്ട് കർത്താവ് അവരോട് പറഞ്ഞ ഗൗരവമായ ഒരു വാക്കാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ സാക്ഷികളാകാനുള്ള ശക്തി ധരിക്കും. അപ്പൊ ആ വാചകമൊക്കെ കർത്താവ് പത്രോസ് ഉൾപ്പെടെ ഉള്ളവരോട് പറയുമ്പോൾ പത്രോസിന്റെ ഹൃദയത്തിനകത്ത് പെരുമ്പറ മുഴങ്ങുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ദൈവമേ, കഴിഞ്ഞ 3.5 വർഷത്തിൽ സാക്ഷിയാകാൻ കിട്ടിയ ഒരു സന്ദർഭത്തിലും സാക്ഷിയായില്ല. തീ കായുന്നവരുടെ നടുവിൽ ഞാൻ ഇരിക്കുമ്പോൾ പരിചാരിക വന്ന് നീയും അവനോട് കൂടെ ഇരുന്നവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ സാക്ഷിയാകാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞേനെ, അതേ ഞാൻ അവനോട് കൂടെ ഇരുന്നവൻ തന്നെ. അപ്പോൾ അത്ഭുതങ്ങൾ ചെയ്ത് അപ്പം വർദ്ധിപ്പിച്ച് അവശേഷിച്ച കുട്ടകൾ ചുമലിലെടുത്ത് നടക്കുന്നതിൽ വിജയിച്ച മനുഷ്യൻ, ആമേൻ, തിരയുടെ മീതെ കർത്താവ് നടന്നതുപോലെ 3 ചുവടാണെങ്കിലും നടന്നല്ലോ. 1 ചുവട് പോലും നടക്കാതെ ഒരുപാട് പേർ പടവിൽ തന്നെ ഇരുന്ന് ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ 3 ചുവടെങ്കിലും നടക്കാനൊരു ധൈര്യം കാണിച്ച മനുഷ്യൻ. ഇതെല്ലാം പുള്ളി ചെയ്തു. പക്ഷേ സാക്ഷിയാകേണ്ട സമയത്ത് സാക്ഷിയായില്ല. മാർവത്ത് ചാരിയിരുന്ന കർത്താവിൻ്റെ ഹൃദയതാളം ആഴമായി ഏറ്റെടുത്ത ഒരു മനുഷ്യനുണ്ട്. തിരയുടെ നടുവിലും കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചാൽ അത് കർത്താവാണെന്ന് പറയാൻ പാകത്തിൽ ആ സ്നേഹത്തിൻ്റെ സ്പർശനത്തെ ആഴമായി രുചിച്ചറിഞ്ഞ ഒരു മനുഷ്യനുണ്ട്. എന്നാൽ പത്രോസ് പറയുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് യോഹന്നാന് പറയാൻ കഴിഞ്ഞില്ല, പോണമെങ്കിൽ പൊക്കോ, പക്ഷേ മാർവത്ത് ചാരിയിരുന്ന ഞാൻ എങ്ങും വരുന്നില്ല. ആമേൻ, നമ്മൾ ജീവിച്ചിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ക്രൂശീകരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ അതിനോട് ചേർന്ന് പുനരുത്ഥാനം എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു പ്രതിഭാസം നടക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന് പറയാൻ മാർവത്ത് ചാരിയിരുന്ന യോഹന്നാന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, യോഹന്നാനെ നിങ്ങളും സാക്ഷിയായില്ല. ആര് സാക്ഷിയായി? ലാസറിനെ ഉയർപ്പിക്കാൻ പോകുമ്പോൾ തോമസ് പുറകെ പോകുന്ന, ഉയർപ്പിക്കാൻ പോകുന്ന നാഥന്റെ പിന്നാലെ തോമസ് പോകുന്നത് മരിക്കാനാണ്. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം. യഹൂദന്മാർ ആമേൻ കല്ലെറിഞ്ഞു കൊല്ലാൻ കല്ലെടുക്കുന്ന സ്ഥലമാണ് അതെന്ന് നല്ല ഓർമ്മയുള്ള തോമസ് ശിഷ്യന്മാരോട് ചേർന്ന് പറഞ്ഞു, നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം. ഇത് ഉത്ഥാനത്തിൽ കലാശിക്കത്തില്ല, ഇത് ഗുരുവിൻ്റെ മരണത്തിലാണ് കലാശിക്കുന്നതെന്ന് ചിന്തിച്ച് തോമസ് പോകുമ്പോൾ, തോമസ് നിങ്ങൾ സാക്ഷിയായോ? യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്താ? അവൻ്റെ ആമേൻ മുറിപ്പാടുകൾ കണ്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. കർത്താവ് പിന്നീട് നേരിട്ട് കാണുമ്പോൾ പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻ. അപ്പൊ ഇവരിൽ ആരാണ് സാക്ഷിയായത്? ഇവരിൽ ആരും സാക്ഷികളായില്ല. നമ്മളെപ്പോലെ നമ്മൾ ആവോളം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒരുപാട് അനുഭവിച്ച് അവശേഷിച്ച അപ്പക്കുട്ടകളെല്ലാം ചുമലിൽ ഇങ്ങനെ എടുത്ത് നടക്കുന്നവരാണ്. പക്ഷേ ഞാനും നിങ്ങളുമെല്ലാം പ്രത്യേക ചില സന്ദർഭങ്ങളിൽ സാക്ഷികളായില്ല. അവിടെയാണ് ഇന്ന് രാത്രി യേശുവിൻ്റെ നോട്ടം.
നീ സാക്ഷിയായില്ല എന്ന് പറഞ്ഞ് പൈശാചിക മണ്ഡലം റെക്കോർഡ് ചെയ്ത് വച്ചിരിക്കുന്ന ഓരോ സന്ദർഭങ്ങളും എടുത്ത് അവിടെയെല്ലാം നിങ്ങളെ സാക്ഷികളാക്കുമാറ്. നിങ്ങളെ എന്ന് പറയുന്ന പദം ശരിയല്ലെന്നാണ് എൻ്റെ ചിന്ത. നമ്മളെ സാക്ഷികളാക്കുമാറ്, നമ്മളെ ശക്തീകരണത്തിന് വിധേയപ്പെടുത്താൻ ഇന്ന് രാത്രി ഇവിടെ ചലിക്കുന്ന ദൈവാത്മാവിൻ്റെ ചലനമുണ്ട്. ഇവിടെയെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച്, ഇന്നലകളുടെ ചരിത്രങ്ങളെ ഓർമ്മിപ്പിച്ച് കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു ശബ്ദവും അരുമനാഥന്റെ അതരത്തിൽ നിന്നുണ്ടായിട്ടില്ല. അവൻ ഭൂതകാലത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് നമ്മളെ നിരാശപ്പെടുത്തുന്നവനല്ല, ഭാവികാല പ്രത്യാശയിൽ നടത്തുന്ന ഒരു കർത്താവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നലകളിലെ പരാജയങ്ങളെ കുറിച്ച് അനാവശ്യമായ അകാരണമായ ഒരാകുലത നമ്മളെ വേട്ടയാടുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന് പറഞ്ഞ് സ്വീകരിച്ച് പിന്നെയും ഏറ്റുപറഞ്ഞ് പിന്നെയും ഏറ്റുപറഞ്ഞ് പിന്നെയും ഏറ്റുപറഞ്ഞ് പിന്നെയും ഏറ്റുപറഞ്ഞ് ജീവിതം കഴിക്കുക എന്നുള്ളതല്ല ഒരു ഭക്തന് കരണീയമായിട്ടുള്ളത്. അവൻ അതിൻ്റെ ഉറവിടത്തെ തിരിച്ചറിഞ്ഞ് അതിനെ യേശുവിൻ്റെ നാമത്തിൽ അവൻ ശാസിച്ച് ഒതുക്കി കളഞ്ഞിട്ട്, നിങ്ങൾ പിന്നിലുള്ളത് മറന്നും പൗലോസ് പറയുന്നു, ഞാൻ മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ എനിക്ക് നേരമില്ല. ഇന്നലകളിൽ സംഭവിച്ച ഇടർച്ചകളെ ഓർത്ത് പരിതപിച്ചു നിൽക്കാൻ എനിക്ക് നേരമില്ല. എൻ്റെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം ആമേൻ സ്ഥിരതയോടെ ഓടാൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സന്ധ്യയുടെ യാമത്തിൽ കർത്താവിൻ്റെ രക്തം ആമേൻ നമ്മുടെ ഭൂതകാല ചെയ്തികളുടെ മേൽ ഒന്നുകൂടെ ഒഴുകി ഇറങ്ങിയിട്ട് ഇന്ന് രാത്രി നമ്മൾ ആത്മാവിലൊന്ന് ഫ്രഷ് ആകട്ടെ. അതല്ലേ ഏലിയാവിനോട് പറഞ്ഞത്, ഇന്നലകളിൽ തളർന്ന അനുഭവങ്ങൾ, ഇസബല്യ വെല്ലുവിളിയുടെ നടുവിൽ നിരാശപ്പെട്ട അനുഭവങ്ങൾ, ആമേൻ മടുത്തുപോയ അനുഭവങ്ങൾ, മതി മതി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന അനുഭവങ്ങൾ, അതിനെക്കുറിച്ച് പറയാനല്ല ഞാൻ വന്നത്. നിനക്കേറെ ദൂരം പോകുവാനുണ്ട്. ഇന്നലകളിൽ എവിടെയൊക്കെ ഇടറിയെന്ന് ഓർമ്മിപ്പിക്കാനല്ല, പിന്നെയോ ഇനിയും ഓടിത്തീർക്കാനുള്ള ബഹുദൂരത്തെ കുറിച്ചുള്ള ഭയങ്കരമായ നിയോഗത്തിന്റെ കൈമാറ്റത്തിനാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അല്ലേ? നമ്മുടെ അടുക്കൽ പരിശുദ്ധാത്മാവ് എന്തിനാ വരുന്നത്? ഇന്നലകളിൽ സംഭവിച്ച ഓരോന്നും എടുത്തു പറഞ്ഞ് കുറ്റം പറഞ്ഞ് നിരാശപ്പെടുത്തി ഒതുക്കിക്കളയാനാണോ പരിശുദ്ധാത്മാവ് വരുന്നത്? അല്ല, പരിശുദ്ധാത്മാവ് വരുന്നത് ഏറെ ദൂരം നിനക്ക് മുൻപോട്ട് ഓടുവാനുണ്ട് എന്ന ആഴമായ ദൂതിൻ്റെ കൈമാറ്റം നടത്താനാണ് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓർക്കുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആമേൻ അവൻ സകല സത്യത്തിലും തെരഞ്ഞെടുക്കപ്പെട്ടവനെ നടത്തണം. പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും സംസാരിക്കാനല്ല നമ്മുടെ അടുക്കൽ ദൈവാത്മാവ് വരുന്നത്. അത് ദൈവാത്മാവ് അത് ചെയ്യുന്നത് ലോകത്തിന്. അവരെന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കേ നീതിയെക്കുറിച്ചും ഈ ലോകത്തിന് പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും. എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ആ സത്യമെന്ന് പറയുന്നത് തേജസ്സാണ്. ആ സത്യമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. ആ സത്യമെന്ന് പറയുന്നത് ജയമാണ്. ആ സത്യമെന്ന് പറയുന്നത് എഴുന്നേൽപ്പാണ്. ആ സത്യമെന്ന് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ തത്വമാണ്. ആ സത്യമെന്ന് പറയുന്നത് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. ആമേൻ. അപ്പൊ പല ദൈവമക്കളും പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നതെന്ന ആ വ്യാജേന നടക്കുന്ന ഇടപെടലിന് വിധേയപ്പെട്ടിട്ട് എന്നും കുറ്റവാളിയായി, എന്നും ആമേൻ തോറ്റവനായി, എന്നും ഇടറിയവനായി, എന്നും പരാജയമുള്ളവനായി, എനിക്ക് കഴിയുന്നില്ല എന്ന ചിന്തയുള്ളവനായി, അയ്യോ ഞാൻ മുടന്തിപ്പോയല്ലോ എന്ന് ഭാരമുള്ളവരായി നിൽക്കുമ്പോൾ ആമേൻ അവിടെയാണ് കർത്താവ് എബ്രായ ലേഖനത്തിൽ രാവിലെ നമ്മൾ ചിന്തിച്ച വാക്യം, അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിക്കാൻ കഴിയുന്ന
ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ഇപ്പോഴും സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് കൃപ പ്രാപിക്കേണ്ടതിന്. എന്താ കൃപ പ്രാപിക്കേണ്ടതിന്? അർഹതയില്ലാത്തത് ദാനമായി പ്രാപിക്കേണ്ടതിന്. ആമേൻ. ധൈര്യത്തോടെ കരുണ പ്രാപിക്കേണ്ടതിന്. എന്താ കരുണ? അർഹിക്കുന്ന ശിക്ഷ ആമേൻ ഒഴിഞ്ഞു പോയിട്ട് അർഹിക്കാത്ത നന്മയാൽ നിറയപ്പെടുന്ന സൗജന്യത്തിൻ്റെ ശേഖരം പ്രാപിക്കാൻ നിങ്ങൾ സധൈര്യം. ആമേൻ. ഈ നമ്മളിൽ എവിടെയൊക്കെയോ ഇങ്ങനെയുള്ള ന്യൂനതകളുടെ ഓർമ്മകൾ കിടക്കുന്നത് തന്നെയല്ലേ നമുക്ക് ആരാധനയിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയാത്തത്? ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ വരാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ സധൈര്യം കൃപാസനത്തിങ്കിലോട്ട് ചേർന്ന് വരുന്ന ആ സുന്ദരമായ വെളിപ്പാടിൻ്റെ തലം ഇവിടെ വെളിപ്പെട്ടാൽ ആരാധന എന്ന് പറയുന്നത് ആമേൻ ആസ്വാദ്യകരമായ അനുഭവമായി മാറണം. ഇത് കുറെ കുറ്റവാളികൾ ലജ്ജാബോധത്തോടെ ആമേൻ ഇങ്ങനെ ഒരു മഹാദൈവത്തിൻ്റെ മുൻപിൽ വന്നിരിക്കുന്നത് പോലെ ഇരിക്കാതെ നല്ല സന്തോഷത്തോടെ ധൈര്യത്തോടെ പ്രസന്നതയോടെ ആസ്വദിക്കാനുള്ള മനസ്സോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് ആ സാന്നിധ്യം ആവോളം നുകരുന്ന അത്ഭുതകരമായ അനുഭവമാണ് വചനധ്യാനം. ഹല്ലേലൂയ. അണ്ടല്ലേ നമ്മൾ പറയുന്നത് രാജാവുള്ളിടത്ത് നിശബ്ദതയുണ്ട്, രാജാവുള്ളിടത്ത് മൗനമുണ്ട്, രാജാവുള്ളിടത്ത് ഭീതിയുണ്ട്, രാജാവുള്ളിടത്ത് ഭയമുണ്ട്, രാജാവുള്ളിടത്ത് അനങ്ങാതെ ആശ്ചര്യമുള്ളവരായിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് വായിച്ചത്. ആമേൻ. അല്ല, എറണാകുളംകാരുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. അങ്ങനെ നല്ല സന്ധിയിൽ നല്ല ഉഷാറായി കർത്താവിൻ്റെ സന്നിധാനത്തിൽ അങ്ങോട്ട് ഇരുന്നാട്ടെ. അവിടെയാണ് ദൈവരാജ്യം സംബന്ധമായ വെളിപ്പാടുകൾ അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളത്തിലോട്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞു. ഇപ്പോഴും യേശു കർത്താവ് എന്നോട് പറയുന്നു, നീ കാത്തിരുന്നാൽ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിന്റെ മേൽ വരും, നിനക്ക് ശക്തി ലഭിക്കും, നീ സാക്ഷികളാകും എന്നാണ് യേശു കർത്താവ് പറഞ്ഞതെങ്കിൽ എൻ്റെ 3.5 വർഷത്തെ അനുഭവം എന്നോട് സംസാരിക്കാൻ ഒക്കത്തില്ല. എൻ്റെ പരാജയത്തിൻ്റെ അനുഭവം എന്നോട് സംസാരിക്കാൻ ഒക്കത്തില്ല. കോഴി കൂകിയതിൻ്റെ ഓർമ്മകൾ എന്നോട് സംസാരിക്കാൻ ഒക്കത്തില്ല. പരിചാരികയുടെ മുമ്പിൽ ഞാൻ തള്ളിപ്പറഞ്ഞ അനുഭവങ്ങൾ എന്നോട് സംസാരിക്കാൻ ഒക്കത്തില്ല. അതെല്ലാം ഞാൻ മറക്കുകയാണ്. ഓർക്കുന്നുണ്ടോ ഒരു വാക്യം? നിങ്ങൾ ഇന്നലകളെ കുറിച്ച് ഓർക്കണ്ട, കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ തന്നെ ഉത്ഭവിച്ചുമിരിക്കുന്നു. ശരിക്കും ഒരു ദൈവ പൈതൽ ഇന്നലകളിൽ ജീവിക്കേണ്ടവനാണോ, ഇന്നിൽ ജീവിക്കേണ്ടവനാണോ, നാളെയിൽ ജീവിക്കേണ്ടവനാണോ? ഒരു ദൈവ പൈതൽ വാസ്തവമായും ഭൂതകാലത്തിൽ ജീവിക്കേണ്ടവനല്ല. ഒരു ദൈവ പൈതൽ ഭാവികാല പ്രത്യാശയിൽ ജീവിക്കേണ്ടവനാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ഇന്നലകളെ മറന്ന് കഴിഞ്ഞതിനെ മറന്ന് മുൻപിലുള്ളതിനെ ഓർത്ത് എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ആമേൻ ഓട്ടം സ്ഥിരതയോടെ ഓടുന്നെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ക്ഷീണിക്കാതെ ഓടാൻ ഒരു ദൈവ പൈതലിന് കഴിയണമെങ്കിൽ അവൻ ഇന്നലകളെ മറന്നു കളയും. നമ്മുടെ ജയം കർത്താവിൻ്റെ സ്വപ്നമാണ്. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത സ്വപ്നത്തിൽ നിന്നാണ് വിട പുറകോട്ട് മാറുകയില്ല. ചെങ്കടലൊക്കെ ആർത്തിരമ്പി വന്നാൽ ആമേൻ മോശയോട് കർത്താവ് പറയും, ധൈര്യത്തോടെ നില്ലടാ. ഒറ്റ വടി കയ്യിൽ പിടിച്ചുയർത്തിയാൽ കിഴക്കൻ കാറ്റ് വന്ന് അതിനെ നടുവേ പിളർന്ന് എൻ്റെ ജനത്തെ അക്കരക്കേറ്റുമാറ് ഞാൻ യഹോവയാന്ന് തെളിയിക്കുന്നവനാണ്. ആമേൻ. ജോർദാൻ ആമേൻ ഉയർന്നു നിന്നാൽ അത് റിവേഴ്സ് ഗിയർ ഇട്ട് പുറകോട്ട് പോകും. എരിഹോ അതിൽ ഉയർന്നാൽ ധൈര്യമായിട്ട് നിൽക്ക് ജോഷുവ, നീ പുറകോട്ട് പോകത്തില്ല. എരിഹോ ഇടിഞ്ഞ് താഴെ വീഴും. അപ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ്. പ്രാർത്ഥിക്കുന്നവൻ കൂടപ്പിറപ്പുകളുടെ നടുവിൽ എഴുന്നേൽക്കും. പ്രാർത്ഥിക്കുന്നവൻ സ്വന്തം ജനത്തിന്റെ നടുവിൽ എഴുന്നേൽക്കും. പ്രാർത്ഥിക്കുന്നവൻ സഹോദരങ്ങളുടെ നടുവിൽ എഴുന്നേൽക്കും. ആ ദൂത് നിങ്ങളോടാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ദൂത് എന്നോടാണ്. പ്രാർത്ഥിക്കുന്നവൻ കൂടപ്പിറപ്പുകളുടെ നടുവിൽ ഇന്ന് രാത്രി എഴുന്നേൽക്കും. എന്തിനാ എഴുന്നേറ്റ്? അത് പറഞ്ഞാണ് രാവിലെ നിർത്തിയത്. എത്ര കാലം ഈ മനുഷ്യൻ ആത്മമണ്ഡലത്തിൽ സഞ്ചരിച്ചു കയറി നോക്കി.
പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം എഴുതി വച്ചിരിക്കുന്ന, അരുളി ചെയ്തിരിക്കുന്ന ഒരു വാഗ്ദത്ത വചനം നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ടെന്നും അത് ഇതുവരെ നിവർത്തിയായിട്ടില്ലെന്നും അത് നിവർത്തിയാകാൻ സമയമായെന്നും അതിനെ ആ ദൂതിനെ ഇന്ന് ഇവിടെ വച്ച് ഞാൻ അൺലോക്ക് ചെയ്യാൻ പോകുന്നു എന്നുമല്ലേ പത്രോസ് പറഞ്ഞേ? അവന്റെ വാസസ്ഥലം ശൂന്യമാകട്ടെ, അവന്റെ ശുശ്രൂഷയുടെ സ്ഥാനം വേറൊരുവൻ ഏറ്റെടുക്കട്ടെ. ഞാൻ തിരിച്ചും മറിച്ചും നോക്കി. ആ ദൂത് എങ്ങനെയാണ്? അവന്റെ ശുശ്രൂഷയുടെ സ്ഥാനം മത്തിയാസ് ഏറ്റെടുക്കട്ടെ എന്നില്ല, വേറൊരുത്തൻ മറ്റൊരുത്തൻ ഏറ്റെടുക്കട്ടെ. ഈ ദൂത് പത്രോസ് എന്ന് പറയുന്ന ദൈവദാസൻ ആ പ്രാർത്ഥനാ മുറിയിൽ സംസാരിക്കുമ്പോൾ അവിടെ ഒരു വെള്ളക്കസേരയിൽ ഒരു മത്തിയാസ് ഇരിപ്പുണ്ട്. അവൻ അറിയത്തില്ല എൻ്റെ അവകാശമാണ് പത്രോസ് തൊടുന്നതെന്ന്. എന്നെക്കുറിച്ച് കാലങ്ങൾക്ക് മുൻപ് ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവ് പ്രവചിച്ച ദൂതാണ് ഈ പ്രാർത്ഥനാ മുറിയിൽ വെച്ച് പത്രോസ് തുറന്നുകൊണ്ട് വരുന്നതെന്ന് മത്തിയാസിന് അറിയത്തില്ല. മത്തിയാസ് അറിഞ്ഞത് ചീട്ട് വീണപ്പോഴാണ്. ഇനി എങ്ങനെ ചീട്ടിട്ടാലും അതാർക്കേ വരത്തുള്ളെന്നറിയാവോ? മത്തിയാസിനെ വരത്തുള്ളൂ. ആമേൻ. ആത്മാവ് പ്രവചിച്ച പ്രവചന ശബ്ദങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കിടക്കുന്നത് ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ നടുവിൽ അത് അൺലോക്ക് ചെയ്യപ്പെടുന്നു. നമ്മൾ എന്തുവാ വായിച്ചേ? പത്രോസ് എഴുന്നേറ്റെന്നല്ലേ? അല്ലേ? പത്രോസ് എഴുന്നേറ്റ്. പക്ഷേ ആരുടെ ദൂതാ പത്രോസ് കയറി തൊട്ടത്? മത്തിയാസ് എഴുന്നേറ്റപ്പോൾ മത്തിയാസിന്റെ ദൂത് നിവർത്തിയായി എന്നല്ല, പത്രോസ് എഴുന്നേറ്റപ്പോൾ മത്തിയാസിന്റെ ദൂത് വീണു. ഇന്ന് രാത്രി നിങ്ങൾ വേറെ ആരുടെയോ ദൂത് തുറക്കുന്നത് പോലെ വേറെ ആരോ നിങ്ങളുടെ ദൂത് തുറക്കുന്നു. അതാണ് കൂട്ടായ്മയുടെ വിജയം. ചില ദൈവമക്കൾ ചോദിക്കുന്നില്ലേ, അതിനിപ്പോൾ എക്സഡസ് ക്രിസ്ത്യൻ സെൻ്ററിൽ തന്നെ വന്നിരിക്കണമെന്നില്ലല്ലോ. ഇന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിലിരുന്ന് ഞങ്ങൾക്ക് ഓൺലൈനിൽ കാണാമല്ലോ. ഞങ്ങൾ അവിടെ വരണമെന്ന് എന്താ അത്ര നിർബന്ധം? നിങ്ങൾ വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് വേറെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ദൂത് തുറക്കത്തക്ക തരത്തിൽ പ്രാർത്ഥിച്ചവിടെ എഴുന്നേൽക്കുന്നുണ്ട്. ആ കൊച്ചുമുറിക്കകത്ത് പത്രോസ എഴുന്നേറ്റത്, പക്ഷെ മത്തിയാസ് നിനക്കാ ചീട്ട് വീണത്. കാരണം കാലങ്ങൾക്ക് മുൻപ് നിന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദൂതാണ് പ്രാർത്ഥിച്ച മനുഷ്യൻ കയറി തുറക്കുന്നത്. ഇന്ന് രാത്രി കൂട്ടായ്മയുടെ വെളിപ്പാടിലേക്ക് ദൈവസഭ കയറി വരട്ടെ. ആ വചനം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? യോഹന്നാന്റെ സ്നാനം മുതൽ ഇന്ന് വരെ ഞങ്ങളോട് കൂടെ നടന്നവരിൽ ഈ 2 പുരുഷന്മാരിൽ ആരെ തെരഞ്ഞെടുത്തു എന്ന് അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. പത്രോസിന്റെ പ്രാർത്ഥന നോക്കിയേ. സകല ഹൃദയങ്ങളും അറിയുന്നവനായ ദൈവമേ, കർത്താവേ, യോഹന്നാന്റെ സ്നാനം മുതൽ ഇന്ന് വരെ ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുവൻ. അതുവരെ മത്തിയാസ് അറിയപ്പെട്ടത് പുരുഷന്മാരിൽ ഒരുവൻ എന്നാണ്. എന്നാൽ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൻ അറിയപ്പെടുന്നത് അപ്പോസ്തലന്മാരിൽ ഒരുവനാണ്. ഇന്ന് വന്നതുപോലെ അല്ല നമ്മൾ മടങ്ങിപ്പോകാൻ പോകുന്നത് എന്ന വചനം നമ്മോട് പറയുന്നെങ്കിൽ അത് വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറാണ്? യേശുവിൻ്റെ നാമത്തിൽ അതൊരു ആലങ്കാരികമായ വചനമല്ല, പിന്നെയോ അത് പ്രാവർത്തികമാകേണ്ട ദൂതാണ്. വന്നതുപോലെ മടങ്ങിപ്പോവുകയില്ല. അതെന്റെ പ്രസംഗമധ്യേ വന്ന ഒരു വാചകമല്ല, അത് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നൊരു വചനമാണ്. യോഹന്നാന്റെ സ്നാനം മുതൽ ഇന്ന് വരെ ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുവൻ, അതാണ് മത്തിയാസിന്റെ വിശേഷണം. പുരുഷന്മാരിൽ ഒരുവൻ. ആ വിശേഷണം നോക്കിക്കേ, പുരുഷന്മാരിൽ ഒരുവൻ. എന്നാൽ ആ പ്രാർത്ഥനാ യോഗം അവസാനിക്കുമ്പോൾ അപ്പോസ്തലന്മാരിൽ ഒരുവനായി ആ കൂട്ടത്തിൽ അവനെ എണ്ണപ്പെടുകയും ചെയ്തു. ഇന്ന് അർഹതയുള്ള ഏതോ ഒരു ദൂതിൻ്റെ അവകാശത്തിലേക്ക് വിശുദ്ധന്മാർ എണ്ണപ്പെടുകയാണ്. നിങ്ങൾക്കത് സന്തോഷമുണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ഏതോ ചില ദൂതിൻ്റെ അവകാശത്തിലേക്ക് നിങ്ങളെ സ്വർഗത്തിലെ ദൈവം എണ്ണുകയാണ്. എഴുന്നേറ്റതാരാണ്? പത്രോസ്. എഴുന്നേൽപ്പിക്കപ്പെട്ടതാരാണ്? മത്തിയാസ്. കൂട്ടായ്മയുടെ സുഖമെന്ന് പറയുന്നതാണ്.
അതിന് സമാനമായി ഒരു ദൂത് കൂടെ പങ്കുവച്ചിട്ട് അല്പനേരം പരസ്പരം ഒന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല ഇന്ന് രാത്രി സമയമെടുക്കുന്നത്, എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇന്ന് രാത്രി ഞാൻ സമയമെടുക്കുന്നത് എന്ന് പറയുന്നതിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, കൊരിന്ത്യ ലേഖനത്തിൽ 2 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം 9, 10, 11 വാക്യങ്ങളിൽ ആമേൻ പൗലോസ് പറയുന്നു, ആസിയിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അതെന്താ പൗലോസെ ആസിയിലെ കഷ്ടം ആമേൻ ഞങ്ങൾ അറിയണമെന്ന് നിങ്ങൾക്ക് ഇത്ര താല്പര്യം? അത് പൗലോസ് പറയുന്നു, ജീവനോടെ ഇരിക്കുമോ എന്ന് പോലും നിരാശ തോന്നുമാറ് ഞങ്ങളുടെ ശക്തിക്ക് മീതെ ഞങ്ങൾ അത്യന്തം ഭാരപ്പെട്ടു പോയി. എവിടെ? ആസിയിലെ കഷ്ടം. ദൈവമക്കളെ, ആസിയിലെ കഷ്ടം എന്ന് പറയുന്ന ഒരനുഭവം വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ചില നേരങ്ങളിൽ വരും. എന്ന് പറഞ്ഞാൽ ആമേൻ നിരാശ വന്ന് ആമേൻ പ്രാർത്ഥിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കാനുള്ള ഊർജം ഇല്ലാതെയായി ആമേൻ ഇനി ജീവനോട് ഇരിക്കുമോ എന്ന് പോലും നിരാശ തോന്നുമാറ് ശക്തിക്ക് മീതെ ഭാരപ്പെടുന്ന ഒരനുഭവം ചില നേരങ്ങളിൽ വരാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ന് രാത്രി കൊണ്ടെല്ലാം അവസാനിക്കുന്നതല്ല. ആമേൻ ആത്മസംഘർഷത്തിൻ്റെ ആധിക്യത്തിലൂടെ ചില നേരങ്ങളിൽ വിശുദ്ധന്മാർ പോയെന്ന് വരാം. പൗലോസിന് നിരാശ തോന്നിയെന്ന് പൗലോസ് എഴുതിയാൽ എന്തു പറയാൻ? പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആധികാരികമായ വെളിപ്പാടുകൾ ഇത്ര അഗാധമായി ആത്മാവിൽ നിന്ന് പ്രാപിച്ചു വിതരണം ചെയ്ത ഹേ ദൈവദാസ, നിങ്ങൾക്ക് നിരാശയോ? പിന്നെ ഞങ്ങളുടെ കാര്യവും? ഇസ്രായേൽ മക്കൾക്കും രാജാക്കന്മാർക്കും ജാതികൾക്കും അവൻ്റെ നാമത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണ് നീ എന്ന് തമ്പുരാൻ്റെ മുഖത്ത് നിന്ന് കേട്ട നിങ്ങളുടെ ത്രിവിധ ശുശ്രൂഷയുടെ തലങ്ങളല്ലേ അത് പറഞ്ഞത്? ഇസ്രായേൽ മക്കൾക്ക്, രാജാക്കന്മാർക്ക്, ജാതികൾക്ക് ദൈവത്തിൻ്റെ തിരുനാമത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം തെരഞ്ഞെടുത്ത് വച്ചിരിക്കുന്ന മാനപാത്രമാണ് ദൈവം നിങ്ങളോട് സംസാരിച്ചില്ലേ? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടില്ലേ? നിങ്ങൾക്ക് വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട് നിങ്ങൾ നിഗളിച്ചു പോകുമെന്ന് ദൈവത്തിന് തോന്നുമാറ് നിങ്ങൾക്ക് വെളിപ്പാടുണ്ടായില്ല. പൗലോസിന് തോന്നിയതല്ലോ. എൻ്റെ വെളിപ്പാടുകളെ ആധിക്യം കൊണ്ട് ഞാൻ നിഗളിച്ചു പോകാൻ സാധ്യതയുണ്ട് കർത്താവേ എന്ന് പൗലോസിന് തോന്നിയതല്ല, കർത്താവിന് തോന്നി. ഇവന് കൊടുത്തിരിക്കുന്ന വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട് നിഗളിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് കർത്താവിന് തോന്നുമാറ് വെളിപ്പാടുകളുടെ ആഴം കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊക്കെ എന്തുവാ സംഭവം? ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോട് കൂടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ ആഴമായ അനുഭവമുള്ള ഒരു മനുഷ്യൻ 14 വർഷം കഴിഞ്ഞ് ജെറുസലേമിലേക്ക് ഞാൻ പോയി, അത് ഒരു വെളിപ്പാടനുസരിച്ച് അത്രേ എന്ന് പറയുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 14-ാമത്തെ വർഷവും വെളിപ്പാടിൻ്റെ കത്തലിൽ പൗലോസ് കയറി നിൽക്കുന്നു. ആമേൻ. പലരും കൊട്ടയ്ക്കകത്തിരുത്തി പറഞ്ഞു വിട്ട ചരിത്രമുണ്ടായിട്ടും വെളിപ്പാടിൻ്റെ തീ കെടാതെ നിന്ന ഒരു മനുഷ്യൻ. നമ്മുടെയൊക്കെ ആത്മീക ആരാധനയുടെ തീയൊക്കെ മാക്സിമം 3 വർഷം കൊണ്ട് അടങ്ങിപ്പോകുമ്പോൾ 14-ാമത്തെ വർഷവും നല്ല ജില്ലെന്ന് നിൽക്കുന്ന ഒരു ഭക്തനെ നമ്മുടെ മുമ്പിലോട്ട് സ്വർഗം എടുത്തുകൊണ്ട് നിർത്തുകയാണ്. നമ്മൾ കൂടി വന്നാൽ ആത്മീക ജീവിതത്തിൻ്റെ എത്ര വർഷം നമ്മൾ നമ്മുടെ തീയെ നിലനിർത്തി? കൂടി വന്നാൽ 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5. അയ്യോ, അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ നോക്കി, അവരിങ്ങനെ പെരുമാറി, അവർ കൈതന്നു ഒത്തില്ല. പ്രൈസ് ദി ലോർഡ് പറഞ്ഞപ്പോൾ ഞങ്ങളോട് ചുരുക്കിയാണ് പാസ്റ്റർ പറഞ്ഞത്, അവരോട് നീട്ടി പറഞ്ഞു. ഇത്യാദി കാര്യങ്ങളിൽ തീ കെട്ടുപോയ നമ്മുടെ മുമ്പിലേക്ക് 14-ാമത്തെ വർഷം വെളിപ്പാടിൽ ഒരു മനുഷ്യൻ സഞ്ചരിക്കുന്നു. അവനെ കുറിച്ച് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, ജീവനോടെ ഇരിക്കുമോ എന്ന് പോലും നിരാശ തോന്നുമാറ് ശക്തിക്ക് മീതെ ഞങ്ങൾ അത്യന്തം ഭാരപ്പെട്ടു. എന്നാൽ അടുത്ത വാക്യം, ആമേൻ, ഇത്ര വലിയ മരണത്തിൽ ഇന്നലകളിൽ അവൻ വിടുവിച്ചു, ഇന്നവൻ വിടുവിക്കും, മേലാലും അവൻ വിടുവിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. അതെങ്ങനെയാ പൗലോസെ ഒരു വാക്യത്തിൽ നിന്ന് അടുത്ത വാക്യത്തിലേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റി? പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ നിരാശപ്പെട്ട ശക്തിക്ക് മീതെ ഭാരപ്പെട്ട നിങ്ങൾ പെട്ടെന്ന് എങ്ങനെയാണ് ദൂത് തിരിച്ചത്? ഇത്ര വലിയ മരണത്തിൽ ഇന്നലകളിൽ ഞങ്ങളെ വിടുവിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കാതിരുന്നിട്ട് നിങ്ങൾ വിടുവിക്കപ്പെട്ടോ? നിരാശപ്പെട്ടിരുന്നപ്പോൾ നിങ്ങൾ വിടുവിക്കപ്പെട്ടോ?
ശക്തിക്ക് മീതെ ഭാരപ്പെട്ട അനുഭവങ്ങൾ നിങ്ങൾ വിടുവിക്കപ്പെട്ടോ? പൗലോസ് പറയും, അതേ, ശക്തിക്ക് മീതെ ഞങ്ങൾ ഭാരപ്പെട്ടു പോയി, എന്നിട്ട് ഞങ്ങൾ വിടുവിക്കപ്പെട്ടു. എങ്ങനെ വിടുവിക്കപ്പെട്ടു? അടുത്ത വാക്യം, അതിന് നിങ്ങളും ഞങ്ങളെ പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകുന്ന സന്ദർഭങ്ങളിൽ നിങ്ങളോട് ആമേൻ കൂട്ടുവിശ്വാസി പറഞ്ഞോ, സുഖമായി പോയി കിടന്ന് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാമെന്ന്. പക്ഷെ നമ്മൾ കേട്ട് വരുന്നത്, നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ നിരാശ കയറി, നിരാശ അടിച്ച് ആമേനുള്ള ശക്തിയും പോയി, ആമേനൊന്ന് സ്തോത്രം പോലും ചെയ്യാൻ നിവൃത്തിയില്ലാതെ ഇഴഞ്ഞിഴഞ്ഞ് നടക്കുമ്പോഴും നമ്മുടെ കൂട്ടുവിശ്വാസി നമ്മളെ വിളിച്ച് പറയും, പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കണേ, ധൈര്യമായിട്ട് പ്രാർത്ഥിക്കണേ, ഉറപ്പോടെ പ്രാർത്ഥിക്കണേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണേ. എൻ്റെ സഹോദരി, അവർക്ക് പറ്റാത്തത് പ്രാർത്ഥിക്കാനാണ്. പ്രാർത്ഥിക്കാൻ പറ്റാതെ വിമ്മിഷ്ടപ്പെട്ട് കിടക്കുന്ന അവരോട് പിന്നെയും പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ അവർക്ക് ദേഷ്യമല്ലാതെ സങ്കടം വരുമോ? പക്ഷെ പൗലോസ് പറയുന്നു, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ നമ്മൾ എന്തിനാ ഇവിടെ കൂട്ടായ്മയ്ക്ക് വന്നെന്നറിയാവോ? എൻ്റെ പ്രാർത്ഥനയാൽ ആരെങ്കിലുമൊക്കെ ഇന്ന് രാത്രി ഇവിടെ എഴുന്നേൽക്കണം. ആമേൻ. ഞാൻ മധ്യസ്ഥം അണയ്ക്കുന്ന മധ്യസ്ഥതയാൽ ആരെങ്കിലുമൊക്കെ ഇന്ന് രാത്രി കത്തിക്കേറണം. ഇന്ന് രാത്രി എൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ ഞാൻ തുറന്നു വിടുമ്പോൾ അത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകണം. അങ്ങനെ അത് അവർക്ക് ഉപകാരമാകുമ്പോൾ തിരിച്ച് അവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി എനിക്ക് ഉപകാരമാകും. എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ അവരുടെ മേലേക്ക് ഇന്ന് രാത്രി ഒഴുകണം, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ടാണ് പൗലോസ് അടുത്ത വാക്യത്തിൽ പറഞ്ഞത്, പലരാൽ പെരുകിയ കൃപ നിമിത്തം പലരാലും സ്തോത്രം പെരുകാൻ ഇടവരും. അപ്പൊ പലരാലും പെരുകുന്ന ഒരു കൃപയുണ്ട്. അതല്ലേ എഴുതി കാണിച്ചിരിക്കുന്നത്. പലരാൽ പെരുകിയ കൃപ നിമിത്തം പലരാലും സ്തോത്രം പെരുകാൻ ഇടവരും. പലരാൽ പെരുകിയ കൃപ. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുമ്പോഴും എബിപ്പാസും ദീപസിസ്റ്റും എല്ലാം കൂടെ പ്രാർത്ഥിച്ച് എന്നെ കത്തിച്ച് കയറ്റുന്നതാണ് പലരാൽ പെരുകുന്ന കൃപ. ഞാൻ പറയും, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല ദൈവദാസ, പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ, എൻ്റെ മേൽ വ്യാപരിച്ച ദൈവകൃപയാൽ, ഓ ശകന രഗനഹദര, ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചു കയറാൻ കഴിയാതെ ഇതിനകത്ത് ഭാരത്തോടെ വന്നിരിക്കുന്ന ആരെയൊക്കെയോ ഇന്ന് രാത്രി കൂട്ടായ്മയിൽ വ്യാപരിക്കുന്ന പ്രാർത്ഥനയുടെ ആത്മാവ് ഇന്ന് രാത്രി ഉണർത്തിയെടുക്കുകയാണ്. ധാർമ്മിക മൂല്യങ്ങൾ അധപ്പതിച്ച് തോറ്റു തുന്നമ്പാടി എന്ന് നമ്മൾ വിധി എഴുതുന്ന കൊരിന്ത്യ സഭയ്ക്കകത്ത് നല്ല പ്രാർത്ഥനാക്കാർ കിടപ്പുണ്ട്. 1-ാമത്തെ അധ്യായത്തിലെ ഭിന്നതയൊന്നും അവരെ ബാധിച്ചിട്ടില്ല. അവർ പറയും, ഭിന്നത ഉണ്ടാക്കാൻ പഠിച്ചവൻ ഭിന്നത ഉണ്ടാക്കും, പ്രാർത്ഥിക്കാൻ പഠിച്ചവൻ പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ. പലരാൽ പെരുകിയ കൃപ. ഈ മനുഷ്യനെ പിന്നെയും നമ്മൾ പറയുന്നത്, പൗലോസിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം ഭയങ്കരമായതുകൊണ്ട് പൗലോസ് കത്തിക്കേറി ബ്രദറെ. അല്ല ബ്രദറെ, അങ്ങനെ കത്തിച്ചു നിർത്തുന്ന പ്രാർത്ഥനാക്കാരുടെ ബന്ധം അങ്ങർക്കുണ്ടായിരുന്നു. അപ്പൊ ദൈവസഭയുടെ കൂട്ടായ്മയുടെ സംവിധാനത്തെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയ മനുഷ്യനാണ് പൗലോസ്. നിങ്ങൾക്ക് മനസ്സിലായി, ഇത് ഒറ്റയ്ക്കിരുന്ന് കത്തിക്കുന്ന കാര്യമല്ല. പറ. അതുകൊണ്ട് എന്തു വേണ്ടി? പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളൊക്കെ അക്കമിട്ട് നിരത്തിക്കൊണ്ടിരുന്നപ്പോഴും പുള്ളി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടേ, കണ്ണുനീരോടെ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുന്നുണ്ട്. എല്ലാ ലേഖനങ്ങളിലും പുള്ളി സകല മനുഷ്യരോട് പറയാം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ വന്നപ്പോൾ തിമോത്തിയോസേ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. നിങ്ങൾക്ക് കർത്താവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടപ്പോൾ എഫെസ്യോസിലെ ദൈവമക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ സ്തോത്രം ചെയ്യുന്നുണ്ട്. പൗലോസേ, നിങ്ങളെന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഞാൻ അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് അവരിങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്.
ജീവിതത്തിൽ സ്വന്തമായിട്ടല്ലാതെ ഇന്നുവരെ ആർക്കു വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്വാർത്ഥതയുടെ കൊട്ടാരം ഇന്ന് രാത്രി ഉടഞ്ഞു പോകട്ടെ. പ്രാർത്ഥിക്കണം എൻ്റെ ദൈവമക്കളെ. പ്രത്യേകിച്ച് ഒരാവശ്യം ഇന്ന് രാത്രി എനിക്കില്ല, വേണ്ട. പക്ഷെ ആവശ്യമുള്ള ആരോ ഇവിടെ വന്നിട്ടുണ്ട്. ആ വെളിപ്പാടൊക്കെ അതിന്റെ തികവിൽ നമ്മുടെ അകത്തോട്ട് വന്നായിരുന്നെ നമ്മൾ ആരായിരുന്നു ഇല്ലേ? ഇത് 4 മീറ്റിങ്ങിന് കൂടിയാലും ഒരു തുള്ളി പോലും വേർക്കാതെ വീട്ടിൽ പോകുന്ന എത്രയോ വിശുദ്ധന്മാരുണ്ട്. ഞങ്ങൾ ഒരു തുള്ളി പോലും വേർത്തില്ലല്ലോ. ഒരു സെഷനായി, 2 സെഷനായി, 3 സെഷനായി, 4 സെഷൻ. എന്താ അർത്ഥം എന്നറിയോ? നമ്മുടെ അകത്തോട്ട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് കയറണമെന്ന ഒരു വെളിപ്പാട് ആഴമായി വീണിട്ടില്ല. നമ്മളെ ഇങ്ങനെ നോക്കി ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ ദൈവകൃപയാൽ കർത്താവിന്റെ കരുണയാൽ ഇങ്ങനെ പോകുന്നു, എല്ലാം സെറ്റിലായി. വാസേ ദൈവകൃപയാൽ ചുമ്മാതിരി. ഇതിനെല്ലാം തമ്പുരാന്റെ മുമ്പിൽ ഉത്തരം കൊടുക്കേണ്ട സമയം വരും. എല്ലാം സെറ്റിലായി എന്ന് പറഞ്ഞ് അനങ്ങാതിരിക്കുമ്പോൾ ആരോ സെറ്റിലാകാതെ ഇതിനകത്ത് മനസ്സുരുകി വന്നിരിക്കുന്ന ആരൊക്കെ ഉണ്ട്. നിങ്ങളെ സെറ്റിലാക്കിയത് എന്തിനാണെന്നറിയാമോ? സെറ്റിലാകാതെ കിടക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ ഉപയോഗിക്കാനാണ് നിങ്ങൾക്കെല്ലാം സമൃദ്ധിയായി വാരി കോരി തന്നത്. പൗലോസ് പിന്നീട് കൊരിന്ത്യ ലേഖനം അവസാനിപ്പിക്കുമ്പോഴും റോമാ ലേഖനമൊക്കെ എഴുതുമ്പോഴും ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോഴും പൗലോസ് പറയുക, അവർ എൻ്റെ മനസ്സ് തണുപ്പിച്ചു. നിങ്ങൾക്ക് ലഭ്യമായ വെളിപ്പാടുകൾ നിങ്ങളുടെ മനസ്സിനെ തണുപ്പിച്ചില്ലേ പൗലോസേ? നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം നിങ്ങളുടെ മനസ്സിനെ തണുപ്പിച്ചില്ലേ പൗലോസേ? പൗലോസ് പറയും, മനസ്സിനെ തണുപ്പിക്കുന്നത്, വിശുദ്ധന്റെ മനസ്സിനെ തണുപ്പിക്കുന്നത് അവന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം അല്ല, അവനു വേണ്ടി ജാഗരിക്കുന്ന കൂട്ടായ്മ ബന്ധം. ഇല്ല, എന്തിനാണ് ഒരു കൂട്ടായ്മ ബന്ധത്തിലോട്ട് നമ്മളെ സ്വർഗം കണക്ട് ചെയ്ത്? എന്തിനാണ് ചെറിയവരും വലിയവരും ദുഃഖിതരും സന്തോഷവാന്മാരും അടങ്ങുന്ന ഒരു കൂട്ടത്തിനകത്തോട്ട് നമ്മളെ കൊണ്ടുവന്നേ? സമ്പത്തുള്ളവനും ഇല്ലാത്തവനും എന്തുകൊണ്ടാണ് ഇതിനകത്ത് വന്നുപെട്ടത്? ആരോഗ്യമുള്ളവനും അനാരോഗ്യമുള്ളവനും എന്തുകൊണ്ടാണ് ഇവിടെ വന്നുപെട്ടത്? നിങ്ങളുടെ സുഭിക്ഷം ദുർഭിക്ഷത്തിന് അവൻ ഉചിതമാകേണ്ടതിന്, അവൻ ഉപയോഗിക്കപ്പെടേണ്ടതിന്, വിനിമയിക്കപ്പെടേണ്ടതിന്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന 10 പേര് ഇതിനകത്ത് എഴുന്നേറ്റായിരുന്നെങ്കിൽ ഒരുപാട് ദൈവമക്കളുടെ പ്രശ്നങ്ങൾ എന്നേ സോൾവ് ആയേനെ. എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ പ്രാർത്ഥനയിൽ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുന്നില്ല. പുതിയ നിയമസഭയുടെ വചനധ്യാനത്തിൽ വന്ന് നിർജീവരായി ഇങ്ങനെ കാഴ്ചക്കാരെ പോലെ ഇരിക്കുന്ന വിശുദ്ധന്മാരെ കാണുമ്പോ ആമേൻ, കർത്താവിന്റെ ഹൃദയം പൊടിയല്ലേ ദൈവമക്കളെ? എന്തിനാ ഈ അഭിഷേകം തന്നെ? ദാവീദേ, നിന്നെ എന്തിനാ അഭിഷേകം ചെയ്തേ? നീ എന്തിനാ തോട്ടിലെ കല്ല് പെറുക്കുന്നേ? നീ എന്തിനാ കവണയും കൊണ്ടുപോകുന്നത്? നീ എന്തിനാ ഫെലിസ്തീനെ അടിക്കാൻ പോകുന്നത്? ആമേൻ, ദൈവത്തിന്റെ സേനയെ വിടുവിക്കാൻ. അപ്പൊ നിന്റെ യുദ്ധം നിനക്ക് വേണ്ടി ആയിരുന്നില്ല. ഇതിന് നിന്നില്ലെങ്കിലും നിന്റെ അപ്പന്റെ ആടുകളെ മേച്ച് നിനക്ക് കാലം കഴിക്കാമായിരുന്നു.
അഭിഷേകം നിന്റെ ഉള്ളിലിട്ട അഗാധമായ ഒരാത്മ നിയോഗമുണ്ട്. നമ്മൾ എത്ര നേരം സഭയെ ഏറ്റെടുത്തു, എത്ര പേര് കൂട്ടായ്മയെ ഏറ്റെടുത്തു, എത്ര പേർ പട്ടണത്തെ ഏറ്റെടുക്കുന്നു? നമുക്ക് വേണ്ടി ഒറ്റാലെന്ന് പ്രാർത്ഥിച്ചു വിടുന്ന ഒരു പ്രാർത്ഥനയുമായി നമ്മൾ നിന്നാൽ ദൈവസന്നിധിയിൽ നമ്മൾ എങ്ങനെ ഇതിന്റെ കണക്ക് പൂരിപ്പിച്ചു കൊടുക്കും? ഈ പലരാൽ പെരുകുന്ന കൃപ നിമിത്തം പലരാലും സ്തോത്രം പെരുകാൻ ഇടവരുമെന്ന കൊരിന്ത്യ ലേഖനത്തിലെ വചനം നമ്മുടെ മുമ്പിൽ വരുമ്പോ നമ്മൾ യേശു കർത്താവിനോട് എന്തും മറുപടി പറയും? പലരാൽ പെരുകുന്ന കൃപ എന്ന ഒറ്റ 2-3 വാക്കെടുത്ത് നമ്മളടുത്ത് കർത്താവ് ചോദിക്കുക, നീ പലരാൽ പെരുകിയ കൃപ എന്ന് പറയുന്ന ഒരു പ്രക്രിയക്കകത്ത് നിന്റെ ഇൻവോൾവ്മെന്റ് എത്ര ഉണ്ടായിരുന്നു? ആരെ ചേർത്ത് പിടിച്ചു? ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? ആരെ ഹൃദയത്തിൽ ഏറ്റെടുത്തു? ആരെ ആത്മാവിൽ വഹിച്ചു? പൗലോസ് പറയുന്ന ഓർത്ത് നോക്കിയേ, നിങ്ങളെ എല്ലായ്പ്പോഴും എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ആരെയൊക്കെയോ ഹൃദയത്തിൽ വഹിക്കുന്ന ഒരാത്മതലം പൗലോസിന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന് നിർബന്ധമുണ്ട് ഇവനെ എങ്ങനെ ജയിപ്പിക്കണം. കാരണം ഇവൻ ദൈവരാജ്യത്തിന് മുതൽക്കൂട്ടാണ്, ഇവൻ ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവനാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നിനക്കെതിരെയുള്ള പോരാട്ടം എത്ര കനത്തതാണെങ്കിലും നീ ദൈവസഭയ്ക്ക് മുതൽക്കൂട്ടാണെന്ന് സ്വർഗത്തിന് ബോധ്യപ്പെട്ടാൽ അവൻ നിന്നെ കളയത്തില്ല. സ്വർഗത്തിന് ബോധ്യം വരണം, ഇവന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം, ആമേൻ, പലർക്ക് വേണ്ടി ഇവൻ വിനിയോഗിക്കുന്നവനാണ്. അങ്ങനെയൊക്കെ വിനിയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ, പവിഴ നിറമുള്ളവനെ, ആമേൻ, സ്വർഗത്തിലെ തമ്പുരാൻ കണ്ടാൽ, സിംഹം വന്നാൽ തമ്പുരാൻ പറയും, സാരയില്ലടാ, നീ അതിനെ കീറിക്കളയും. കരടി വന്നാൽ സാരമില്ല, നിന്നെ കൊണ്ട് അതിനെ കീറിച്ചു കളയും ഞാൻ, കാരണം എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അല്ല, നമ്മൾ ഈ 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചാർജ് പോകുന്ന കണ്ടോ? മാക്സിമം കത്തി കയറിയ 2 മിനിറ്റ് കൊണ്ട് കണ്ടോ വോളി ഇല്ലാതായി പോന്നേ. അപ്പൊ സ്റ്റോക്കില്ല സംഭവം. പ്രാർത്ഥനയുടെ സ്റ്റോക്കില്ല എന്ന്. രണ്ട് മിനിറ്റ് പോകാനുള്ള പ്രാർത്ഥനയുടെ എണ്ണേ ഉള്ളൂ പാകത്ത്. ദേഷ്യം തോന്നുന്നുണ്ടല്ലേ? തോന്നണം, ദേഷ്യം വരണം. നമ്മളെ എന്തിനാ ആക്കി വെച്ചേ? നമ്മളെ എന്തിനാ വീണ്ടെടുപ്പിലേക്ക് കൊണ്ടുവന്നേ? നമ്മളെ എന്തിനാ ഒരു ചർച്ചിൽ കൊണ്ടുവന്ന് കണക്ട് ആക്കി? നമ്മളെ എന്തിനാ എറണാകുളത്ത് പട്ടണത്തെ നിർത്തിയേ? നമ്മളെ എന്തിനാ ഇവിടെ നട്ടേ? കോടാനുകോടി ദൂതന്മാർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളിലെ ആത്മമനുഷ്യന്റെ ചലനാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആധാരം. മാനുഷികമായി അവസാനിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു പ്രാർത്ഥനയുടെ ഒഴുക്ക് നമ്മുടെ ആത്മാവിൽ നിന്ന് ഒഴുകട്ടെ.